ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 5ാമത്തെ ചാപ്റ്റർ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, ഇതിൻ്റെ 6ാമത്തെ ഭാഗം സ്ട്രഗിൾ ഫോർ വിമൻസ് ഈക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്. ഇപ്പോൾ ജെൻഡർ എന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാമൂഹ്യ വിവേചനം നേടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ജെൻഡർ ഈസ് ഓൾസോ എ ഫോം ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. Biological and physical differences between men and women cannot explain why few women are found in position or power. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികവും ജീവശാസ്ത്രപരമായ വ്യത്യാസം സ്വാഭാവികമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം സ്ത്രീകളെ താഴ്ന്നവർ, സമൂഹത്തിൽ താഴ്ന്നവർ എന്ന ഒരു സ്ഥാനത്തേക്ക് നൽകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ചില സമൂഹങ്ങളിലെ സ്ത്രീകൾ ഉയർന്ന പദവികളും സ്ഥാനങ്ങളും അല്ലെങ്കിൽ സ്വത്തുകളും അതിനുടമകളായിരിക്കുമ്പോൾ തികച്ചും ബയോളജിക്കലും അല്ലെങ്കിൽ ശാരീരികവുമാണ് ലിംഗ വ്യത്യാസം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്ത്രീ പുരുഷ അസമത്വങ്ങൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ആണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അതൊരു സാമൂഹ്യമാണ്, അല്ലാതെ ജീവശാസ്ത്രവും ശാരീരികമായ വ്യത്യാസമല്ല സ്ത്രീയെ തരം താഴ്ത്തുന്നത്. There are matrilineal societies in India like നായസ് ഓഫ് കേരള ആൻഡ് കാസീസ് ഓഫ് മേഘാലയ. നമ്മുടെ സമൂഹത്തിൽ മാതൃതായക്രമമുള്ള സൊസൈറ്റീസ് ഉണ്ട്. അവിടെ കേരളത്തിലെ നായന്മാർ എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ മേഘാലയയിലെ കാസീസ്, ഇവിടെയെല്ലാം കുടുംബ തലവരായിരിക്കുന്നത് സ്ത്രീകളാണ്. അതുമാത്രമല്ല സ്വത്തിൻ്റെ ഉടമകളും അവരാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ഈ സമൂഹത്തിലെ സ്ത്രീകൾ വഹിക്കുന്നു. അപ്പോൾ അവിടെയും ശാരീരിക വ്യത്യാസങ്ങൾ ഉള്ളവരാണ് സ്ത്രീകൾ. പുരുഷനേക്കാൾ അല്പം ശാരീരികമായി ദുർബലർ, അബലർ എന്ന കാഴ്ചപ്പാട് ഉള്ളവർ തന്നെയാണ്. ഇൻ ആഫ്രിക്കൻ സൊസൈറ്റിയിൽ we find very successful women farmers and traders. എന്നാൽ കാർഷിക വൃത്തിയിലും മറ്റു കച്ചവടങ്ങളിലും സ്ത്രീകൾ അയോഗ്യരാണ് എന്നതാണെങ്കിൽ അതിനെ തെളിവായിട്ട് സ്ത്രീകൾക്കും മികച്ച കർഷകരും മികച്ച കച്ചവടക്കാരും ആകാൻ സാധിക്കുമെന്നതിന് തെളിവാണ് ആഫ്രിക്കൻ സൊസൈറ്റിയിലെ ചില സമൂഹങ്ങൾ. ചില ആഫ്രിക്കൻ സമൂഹങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ മികച്ച കൃഷിക്കാരും കച്ചവടക്കാരും ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ പുരുഷ അസമത്വത്തിൽ ജീവശാസ്ത്രപരമായി ഒന്നും തന്നെയില്ല. അപ്പോൾ ലിംഗഭേദം എന്നത് ജാതി വ്യവസ്ഥ പോലെ, വർഗവ്യവസ്ഥ പോലെ സാമൂഹ്യ അസമത്വം തന്നെയാണ്. ഇനി ഈ സാമൂഹ്യ അസമത്വത്തിൽ നിന്ന് സ്ത്രീകൾ കുറച്ചെങ്കിലും പുരോഗതി, സാമൂഹ്യ സ്ഥാനം നേടിയത് പല പ്രസ്ഥാനങ്ങളിലൂടെയാണ്. ദ മിഡിൽ ക്ലാസ് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് വിമൻ സ്റ്റാർട്ടഡ് വിമൻസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ചില പ്രസ്ഥാനങ്ങളാണ്. മിഡിൽ ക്ലാസ് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് വിമൻ, അതായത് മധ്യവർഗ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ, അവരാണ് അവരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പോരാട്ടത്തിൽ വിദ്യാസമ്പന്നരായ പുരുഷരും ചേർന്നു. അവർ ചെയ്തത് ആൻറ്റി സതി മൂവ്മെൻറ്റ്, അതായത് സതി എന്ന ദുരാചാരത്തിനെതിരെ. അതുപോലെ സ്റ്റാർട്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ ബംഗാൾ. ആൻറ്റി സതി മൂവ്മെൻറ്റ് രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തു. റാൻഡെ സ്റ്റാർട്ടഡ് ദ വിഡോ റീമാരേജ് മൂവ്മെൻറ്റ്, അതായത് വിധവകൾക്ക് പുനർവിവാഹം കഴിക്കുവാനുള്ള അനുവാദം, അതിനുവേണ്ടി റാൻഡെ ബോംബെ പ്രസിഡൻസിയിലെ പ്രസ്ഥാനം ആരംഭിച്ചു. അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീ എന്ന ലിംഗ വിവേചനത്തിനെതിരെ, അതുപോലെ ജാതി വിവേചനത്തിനെതിരെ ജ്യോതിബ ഫുലെയും പോരാടി. അതുപോലെ തന്നെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ ഇസ്ലാം വാസ് ലെഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സാമൂഹ്യ പ്രസ്ഥാനം, മുസ്ലിമിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇനി ബ്രഹ്മസമാജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാജാറാം മോഹൻ റോയ് സതി എന്ന ആചാരത്തിനെതിരെ പോരാടിയിരുന്നു. നോ ഡൗട്ട് Roy borrowed Western rationality and infused it in Indian traditions and Shastras.
രാജാറാം മോഹൻ റോയ്ക്ക് ഈ ആശയം ലഭിച്ചത് പാശ്ചാത്യ യുക്തി ചിന്തയിൽ നിന്നാണ്. അത് ഇന്ത്യൻ പാരമ്പര്യത്തിലേക്ക് ലയിപ്പിച്ചിട്ട് അദ്ദേഹം പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിലൂടെയാണ് സ്ത്രീകൾക്ക് സതി എന്ന ആചാരം ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് വീണ്ടും പുനർവിവാഹം ചെയ്ത് ജീവിക്കാനുള്ള അവസരം നൽകണം എന്ന ഒരു ആശയമായി അദ്ദേഹം മുന്നോട്ട് വന്നത്. സതി എന്ന ആചാരം ഉയർന്ന ജാതിക്കാരായ ഹൈന്ദവ സ്ത്രീകൾക്ക് അതൊരു വലിയൊരു അനീതിയായിരുന്നു എന്ന് പറയാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹൂതി ചെയ്യണം എന്ന ആചാരം ആയിരുന്നു അത്. റാൻഡെ വാസ് much influenced by the writing of Bishop Joseph Butler's Analogy of Religion. അപ്പോൾ റാൻഡെ ബിഷപ്പ് ജോസഫ് ബട്ട്ലറിൻ്റെ പുസ്തകം അതാണ് അദ്ദേഹം റെഫർ ചെയ്യാനെടുത്തത്. ഹി ഓൾസോ യൂസ് ദ ബുക്സ് 3 sermons on human nature dominated, ഈ പുസ്തകങ്ങളും ആൻഡ് ഹിസ് ഓൺ ബുക്ക് ദ ടെക്സ്റ്റ് ഓഫ് ഹിന്ദു ലോ, ഹിന്ദു നിയമം എന്ന ടെക്സ്റ്റ്, ലോഫുൾനെസ് ഓഫ് വിഡോ റീമാരേജ് എന്ന പുസ്തകം, ഇതൊക്കെ വിഡോ റീമാരേജ് വേണം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം അത് റെഫർ ചെയ്തു. അതിൻ്റെ കോട്ടിങ്സാണ് കൂടുതലും വാദിക്കാനായിട്ട്, ആർഗ്യുമെൻ്റ് നടത്തുവാനായിട്ട് ഉപയോഗിച്ചത്. സതി നിർത്തലാക്കണമെന്നും വിധവാ വിവാഹം അനുവദിക്കണമെന്നും റാൻഡെ ആവശ്യപ്പെട്ടു. അതിനായി അദ്ദേഹം ഉപയോഗിച്ച പുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ജ്യോതിബ ഫുലെ ആണെങ്കിലോ അദ്ദേഹം സത്യശോധക് സമാജ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷനും ജാതി വ്യവസ്ഥയും ആണ്. വളരെ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു ജ്യോതിബ ഫുലെ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സത്യാന്വേഷണം, ട്രൂത്ത് സീക്കിംഗ് ആയിരുന്നു. ബ്രാഹ്മണ സംസ്കാരത്തിൽ താഴ്ന്നവരെന്ന് കണക്കാക്കിയ 2 വിഭാഗങ്ങളാണ് അൺടച്ചബിൾസും സ്ത്രീകളും. അവരെ സഹായിക്കുവാനാണ് അദ്ദേഹം സത്യശോധക് സമാജ് ആരംഭിച്ചത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻസ് എഫേർട്ട് ഓഫ് റിഫോം മുസ്ലിം സൊസൈറ്റി ഡ്രൂ ഇറ്റ് സ്ട്രെങ്ത് ഫ്രം വെസ്റ്റേൺ ഐഡിയാസ് ആൻഡ് ഹോളി ബുക്ക്. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും പാശ്ചാത്യ ആശയങ്ങളിൽ നിന്നും എടുത്ത് ചില ആശയങ്ങളാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടാൻ സർ സയ്യദ് അഹമ്മദ് ഖാനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ദയാനന്ദ സരസ്വതി ആര്യസമാജ് എന്ന ഒരു പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നു. അവരും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചത്. ദയാനന്ദ സരസ്വതി ആര്യസമാജ് സ്ഥാപിച്ചു. സ്ത്രീ വിദ്യാഭ്യാസം, മതതത്വങ്ങൾ, ഗൃഹഭരണത്തിലുള്ള അറിവ്, കൈത്തൊഴിലുകൾ, കുട്ടികളെ വളർത്തൽ എന്നീ വിഷയങ്ങളാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ നൽകേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കാരുടെ മനസ്സിലെ ഈ സ്ത്രീകളുടെ വിമോചനത്തെക്കുറിച്ച് ചില തെറ്റായ ധാരണകളുണ്ടായിരുന്നു. ദർ ആർ സം റോങ് നോഷൻസ് റിഗാർഡ് ദ ഫൈറ്റ് ഫോർ വിമൻസ് റൈറ്റ് ഹാവ് എൻറ്റേർഡ് ഇൻ ദ ഇന്ത്യൻ മൈൻഡ്. ചില ആളുകൾ വിചാരിച്ചിരുന്നത് ഓൾ സോഷ്യൽ റിഫോംസ് ഫോർ വിമൻ വെർ ഓർഗനൈസ്ഡ് ബൈ മെൻ എലോൺ. പുരുഷന്മാരാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊടുത്തത് എന്നും, അതുപോലെ ഓൾസോ others have the wrong notion that we got the idea of women's right from the West. സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന ഒരാശയം ലഭിച്ചത് പാശ്ചാത്യ ആശയങ്ങളിൽ നിന്നാണ് എന്നായിരുന്നു മറ്റൊരു തെറ്റിദ്ധാരണ. എന്നാൽ ഈ ധാരണകളെല്ലാം തികച്ചും തെറ്റാണ്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ആദ്യം പോരാടിയത് ഇന്ത്യയിലെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഈ ചിന്ത പാശ്ചാത്യ ചിന്തയുമല്ല. അതിനു മുമ്പ് തന്നെ 1882 തന്നെ സ്ത്രീകളുടെ അവസ്ഥയെ, സമൂഹത്തിൽ നേരിടുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് പുസ്തകങ്ങൾ വരെ തന്നെ എഴുതി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. 1882 ഒരു സ്ത്രീ പുരുഷ തുലന എന്ന ഗ്രന്ഥം, അതുപോലെ 1905 സുൽത്താനാസ് ഡ്രീം എന്ന പുസ്തകമൊക്കെ ഇതിന് ഉദാഹരണമാണ്. വേ ബാക്ക് ഇൻ 1882 താരാബായ് ഷിൻഡെ, എ ഹൗസ് വൈഫ് ഫ്രം മഹാരാഷ്ട്ര, brought out a book, സ്ത്രീ പുരുഷ തുലന, to highlight the double standard of male dominated society. പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ സ്ത്രീകളോടുള്ള വിവേചനത്തിന് എതിരെ ഉള്ള ഒരു പുസ്തകമായിരുന്നു സ്ത്രീ പുരുഷ തുലന. അതായത് സ്ത്രീ പുരുഷ തുലന ബ്രിങ്സ് ഔട്ട് ദ സ്റ്റോറി ഓഫ് എ യങ് ബ്രാഹ്മിൻ വിഡോ, ഒരു വിധവയായ ബ്രാഹ്മണ യുവതി
നിയമവിരുദ്ധമായി ജനിച്ച തൻ്റെ കുട്ടിയെ കൊന്നതിനെ കോടതി മരണശിക്ഷ വിധിക്കുന്നു. യങ് ബ്രാഹ്മിൻ വിഡോ ഹൂ വാസ് സെൻറ്റൻസ്ഡ് ടു ഡെത്ത് ഫോർ കില്ലിംഗ് ഹർ ഓൺ ന്യൂ ബോൺ ഇല്ലെജിറ്റിമേറ്റ് ബേബി. അപ്പം താരാബായി ഷിൻഡെ ഓപ്പൺലി ക്വസ്റ്റ്യൻ തുറന്ന് തൻ്റെ ഗ്രന്ഥത്തിൽ ചോദ്യം ചെയ്തു. എന്തിനെക്കുറിച്ച്? ദ ഡബിൾ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് ദ വിമൻ വാസ് ഫൗണ്ട് ഗിൽറ്റി. തീർച്ചയായിട്ടും സ്ത്രീ കുഞ്ഞിനെ കൊന്നത് കുറ്റം തന്നെയാണ്. വൈൽ നോ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മാൻ ഹൂ ഹാഡ് ഫാദർ ദ ബേബി. എന്നാൽ അവളെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമാക്കിയ പുരുഷനെ കണ്ടുപിടിക്കാനോ അവനെ വിമർശിക്കുവാനോ സമൂഹം ശ്രമിച്ചില്ല. സ്ത്രീയെ മാത്രം ശിക്ഷിക്കാനാണ് സമൂഹം ശ്രമിച്ചത്. താരാബായി ഇതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചപ്പോൾ സമൂഹത്തിൽ അത് വലിയൊരു ചർച്ചാ വിഷയമായി. മറ്റൊരു പുസ്തകമാണ് സുൽത്താനാസ് ഡ്രീം. 1905 ഇതിൽ എഴുതിയത്. ഇതൊരു സയൻസ് ഫിക്ഷൻ എന്ന് പറയാം. ഇംഗ്ലീഷിലാണ് ആ പുസ്തകം എഴുതിയത്. പുസ്തകം എഴുതിയത് ബീഗം റുഖിയ സഖാവന്ത് ഹുസൈനാണ്. ഒരു ലിംഗ പങ്കുകൾ നേർവിപരീതമായിട്ട്, അതായത് ജെൻഡർ റിവേഴ്സ്, പുരുഷൻ സ്ത്രീയുടെ റോളും സ്ത്രീ പുരുഷൻ്റെ റോളും ചെയ്യുന്ന ഒരു സാങ്കല്പിക സയൻസ് ഫിക്ഷൻ ആയിരുന്നു അത്. മെൻ ഫോക്ക് ഇൻ ദ നോവൽ ആർ മെയ്ഡ് ടു വെയർ ദ പർദാസ്. പുരുഷന്മാർ പർദ്ദ ധരിച്ച് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. ആൻഡ് ഡു ഓൾ ഡൊമസ്റ്റിക് കോഴ്സ് വൈൽ വിമൻ ആർ ബിസി കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഇൻവെൻറ്റിംഗ് മെഷീൻസ് ദാറ്റ് കൺട്രോൾ ഈവൻ റെയിൻ. എന്നാൽ സ്ത്രീകളോ അവിടെ ശാസ്ത്രീയമായ യന്ത്രങ്ങൾ, മഴയെയും മേഘത്തെയും നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ, വായുവിൽ പറക്കുന്ന കാറുകൾ നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പം ഈ പുസ്തകവും സമൂഹത്തിൽ വളരെയധികം കോളിളക്കങ്ങൾ ഉണ്ടാക്കി. സെവറൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എമേർജ്ഡ് ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യസ് സോഷ്യൽ കസ്റ്റംസ് ദാറ്റ് ഡീഗ്രേഡഡ് വിമൻ. അതിനുശേഷമൊക്കെ തന്നെയാണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വന്നത്. സമൂഹത്തിലെ മതപരമായ ചില അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ പോരാടാനെത്തിയത്. അതിനുശേഷം പിന്നീട് സമൂഹത്തിൽ അല്പം സ്ത്രീയുടെ സ്ഥാനം ഉയർത്താൻ സഹായിച്ചത് ഗാന്ധിജിയുടെ നാഷണൽ മൂവ്മെൻ്റാണ്. വെൻ ഗാന്ധിജി കെയിം ഓൺ ദ നാഷണൽ സീൻ, വിമൻസ് ഓർഗനൈസേഷൻ കോൺട്രിബ്യൂട്ടഡ് ദെയർ ഷെയർ. അതിനോടൊപ്പം തന്നെ പല സ്ത്രീ സംഘടനകളും ഉയർന്നു വന്നു ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം. ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഇത് ഫ്രീഡം സ്ട്രഗിളിലെ, അതായത് സ്വതന്ത്ര സമരത്തിലെ സ്ത്രീകളും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന രീതിയിൽ ഇറങ്ങി വന്നപ്പോഴേക്കും സ്ത്രീകളുടെ സ്ഥാനത്ത് വളരെയധികം മാറ്റം വന്നു. Equality between men and women was accepted one of the objective in fundamental right. അതായത് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും സമത്വം എന്നത് തന്നെയായിരുന്നു. അതുപോലെ 1931 നാഷണൽ കോൺഗ്രസ്സിലെ ഒരു റെസൊല്യൂഷൻ, ഒരു വാഗ്ദാനം നൽകിയത് സ്ത്രീ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു, സ്ത്രീ സമത്വം തന്നെയായിരുന്നു. അപ്പോൾ 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ കറാച്ചി സമ്മേളനം ഇന്ത്യൻ പൗരരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സമത്വവും നൽകുന്ന രീതിയിലാണ് അവർ പിന്നെ പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തിയായ ഏവർക്കും, സ്ത്രീ പുരുഷ ജാതി മത ഭേദമന്യേ ഏവർക്കും, സ്വത്ത് ഇല്ലാത്തവർ സ്വത്തുള്ളവർ എന്ന ഒരു വ്യത്യാസവുമില്ലാതെ പ്രായപൂർത്തിയായ ഏവർക്കും വോട്ടവകാശം നൽകുന്ന വഴി സ്ത്രീ കുറച്ചുകൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു. അതുപോലെ ആർട്ടിക്കിൾ 15 സ്ത്രീക്ക് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകി. സ്ത്രീക്ക് മാത്രമല്ല, ആർട്ടിക്കിൾ 15 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഒരു പൗരനും അയാളുടെ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അയാളുടെ വംശത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ സെക്സിൻ്റെ പേരിൽ, സ്ത്രീയാണോ പുരുഷനാണോ എന്ന പേരിലോ അല്ലെങ്കിൽ അയാളുടെ വാസസ്ഥലത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്നുള്ള പേരിലോ മാറ്റി നിർത്താൻ പാടില്ല. അധികാരസ്ഥാനങ്ങളും ബഹുമതികളും നിഷേധിക്കാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ 15. അതുപോലെ തന്നെ വിമൻസ് ഓർഗനൈസേഷൻ വളരെയധികം സ്ത്രീ സമത്വം എന്ന ആശയവുമായിട്ട് സംഘടനകൾ മുന്നോട്ട് വന്നു. അങ്ങനെ എത്തിയ പ്രധാനപ്പെട്ട 3 സംഘടനകളാണ് ഭാരത് മഹിളാ പരിഷത്ത്, അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. ഭാരത സ്ത്രീ ബാലമണ്ഡൽ,
അതുപോലെ തന്നെ വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ആനി ബെസന്റിൻ്റെ. അപ്പം ഇതൊക്കെ സ്ത്രീകളുടെ സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളെല്ലാം ഏത് സംഘടനയാണെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളൊന്നു തന്നെയായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ശൈശവവിവാഹം, പർദ്ദ എന്നിവ നിർത്തലാക്കൽ, സ്ത്രീകളുടെ ധാർമ്മികവും ബൗദ്ധികവുമായ പുരോഗതി, ലിംഗസമത്വം. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പുതിയ ഭരണഘടന വന്നപ്പോഴേക്കും സ്ത്രീക്കും സമൂഹത്തിൽ തുല്യനീതി ഉറപ്പാക്കി. എന്നാൽ 1970s ആയപ്പോഴേക്കും സ്ത്രീകളുടെ പ്രശ്നം മറ്റ് രീതികളിലായി മാറി. അവൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾക്ക് അല്പം വ്യത്യാസം ഉണ്ടായി. ആസിഡ് ത്രോയിങ്, ചൈൽഡ് മാരേജ്, റേപ്പ്, ഡൗറി, മർഡേഴ്സ്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് ആൻഡ് സെക്സ് സെലക്റ്റീവ് അബോർഷൻസ്, ഓണർ കില്ലിങ്, ഇങ്ങനെ പോകുന്നു അവൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ആസിഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രണയം നിഷേധിക്കുക, അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറുക, പിന്നെ മതിയായ സ്ത്രീധനം നൽകാതിരിക്കുക, ഇതൊക്കെ മരണത്തിലേക്ക് തന്നെ സ്ത്രീയെ തള്ളിവിടുന്നു. അതുപോലെ തന്നെ ലിംഗ അസമത്വം വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും സ്ത്രീ എന്ന പേരിൽ അവഹേളിക്കുന്നു, പെൺകുഞ്ഞുങ്ങളോട് മുൻവിധിയോടെ പെരുമാറുന്നു, അതുപോലെ ശിശുവാണ്, കുഞ്ഞാണ് എന്ന് കാണുമ്പോൾ കൊന്നുകളയുന്നു. അതുമാത്രമല്ല, പല പ്രണയബന്ധങ്ങൾ താഴ്ന്ന ജാതിക്കാരനുമായിട്ട് ഒരു പെൺകുട്ടി പ്രണയത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ തന്നെ കൊന്നുകളയുന്ന ദുരഭിമാന കൊലപാതകങ്ങൾ, ഇങ്ങനെ പല ലിംഗ അസമത്വങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിലും. അപ്പം ഇനി അടുത്തൊരു ഭാഗവുമായി ഉടനെ എത്താം. താങ്ക് യു.